AP വിഭാഗം സമസ്തയ്ക്ക് പിന്നാലെ സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനൊരുങ്ങി EK സമസ്തയും. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭ പാസാക്കിയതിനു പിന്നാലെയാണ് പ്രഖ്യാപനം. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കാണ് തുടർ പ്രവർത്തനങ്ങളുടെ ചുമതല. സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ച അന്ന് തന്നെ AP സമസ്തയും സ്വകാര്യ സർവകലാശാല നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു. ഗോകുൽ K വേണുഗോപാൽ ചേരുന്നു. ഗോകുൽ, കൂടുതൽ വിശദാംശങ്ങൾ. പ്രമുഖ സുന്നി സംഘടനകളായിട്ടുള്ള സമസ്തയുടെ ഇരു വിഭാഗങ്ങളും സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള AP വിഭാഗം സമസ്തയാണ് സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്നത്. അത് സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയ്ക്കകത്ത് വെച്ച അന്ന് തന്നെ അവർ മുഷാവറ യോഗം ചേരുകയും സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനം നടത്തുകയുമായിരുന്നു. 100 കോടി രൂപ മുതൽ മുടക്കിൽ കോഴിക്കോട് ജില്ലയിൽ എവിടെയെങ്കിലും ആയിരിക്കും അത്തരത്തിൽ സ്വകാര്യ സർവകലാശാല വരിക എന്നാണ് അറിഞ്ഞത്. മതം, ഭാഷ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകിയായിരിക്കും AP വിഭാഗ സമസ്തയുടെ നേതൃത്വത്തിലുള്ള സ്വകാര്യ സർവകലാശാലകൾ വരിക. അതോടൊപ്പം തന്നെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, AP സമസ്തയ്ക്ക് കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഈ സർവകലാശാലയ്ക്ക് കീഴിൽ അണിനിരത്തും അല്ലെങ്കിൽ ഏകോപിപ്പിക്കും എന്നൊരു പ്രഖ്യാപനവും അന്ന് നടത്തിയിരുന്നു. പിന്നീടാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് ചേർന്നിട്ടുള്ള യോഗത്തിൽ, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് EK വിഭാഗം സമസ്തയും സ്വകാര്യ സർവകലാശാല സ്ഥാപിക്കാനുള്ള പ്രഖ്യാപനമായി രംഗത്തെത്തിയുള്ളത്. അതിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, അത് അന്ന് വിദ്യാഭ്യാസ സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കിയ അന്ന് തന്നെ ഇതിനോടനുബന്ധിച്ച തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തനങ്ങൾക്കൊക്കെ ഇരു വിഭാഗങ്ങളും നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതായത് ഒരു വിഭാഗം സമസ്ത ഈ സ്വകാര്യ സർവകലാശാല ബിൽ നിയമസഭയ്ക്കകത്ത് വെച്ച അന്ന് തന്നെ പ്രഖ്യാപനം നടത്തുക, മറ്റേ വിഭാഗം സമസ്ത സ്വകാര്യ സർവകലാശാല ബില്ല് നിയമസഭ പാസാക്കിയെന്ന് പ്രഖ്യാപനം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സർവകലാശാലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച ഒരു പ്രഖ്യാപനം വളരെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കില്ല എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. അതായത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഒക്കെ ആരംഭിച്ചാൽ മാത്രമേ ഇതുമായി ഞങ്ങൾ മുന്നോട്ടേക്ക് പോകൂ എന്ന് പറയാൻ വേണ്ടി സാധിക്കൂ. മാത്രമല്ല, വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ സ്വകാര്യ സർവകലാശാലയുടെ നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ എത്രയോ നേരത്തെ തന്നെ ആരംഭിക്കണം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ തന്നെ സമസ്ത വിഭാഗങ്ങളും ആരംഭിച്ചു എന്നാണ് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കൂ. അതായത് സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPI ഉൾപ്പെടെയുള്ള ഇടതു മുന്നണിയിലെ ഘടകകക്ഷികൾ ഉടക്കിട്ട് നിൽക്കുന്ന സമയത്തായാലും ഇതെന്തായാലും വരുമെന്നൊരു ധാരണ ഈ സുന്നി സംഘടനകൾക്ക് ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ ജാമിയ നൂരിയുടെ നേതൃത്വത്തിലാണ്, അല്ലെങ്കിൽ അവരുടെ കീഴിലായിരിക്കും ഈ സമസ്ത EK വിഭാഗ സമസ്തയുടെ സ്വകാര്യ സർവകലാശാലകൾ വരിക. കേരളം, തമിഴ്നാട്, ആന്ധ്ര ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ ജാമിയ നൂരിയയ്ക്ക് മറ്റു മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. EK വിഭാഗ സമസ്തയുടെ നേതൃത്വത്തിലുള്ള മതവിദ്യാഭ്യാസ ബിരുദദാന സ്ഥാപനമാണ്, കേരളത്തിലെ ആദ്യത്തെ മതവിദ്യാഭ്യാസ ബിരുദ സ്ഥാപനമാണ് ജാമിയ നൂരിയ. അവരുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കുക. കേരള നിയമസഭയ്ക്കകത്ത് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തുകയും അല്ലെങ്കിൽ ബില്ല് നിയമസഭയ്ക്കകത്ത് വെക്കുകയും ചെയ്യുകയും പിന്നീട് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർ ഇത്തരത്തിലൊരു പ്രഖ്യാപനങ്ങളുമായി മുന്നോട്ടേക്ക് വരുന്നുണ്ട് എന്നതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രോഹിണി. ശരി, ഗോകുൽ K വേണുഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.